ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ VS സുനിൽകുമാറിനെ കണ്ടപ്പോൾ സുനിൽകുമാർ പറഞ്ഞതിൻ്റെ അകത്ത് ഒന്നാം പ്രതി ജില്ലാ കളക്ടറാണ് എന്നാണ്. അതിനുശേഷം ഇന്ന് B. ഗോപാലകൃഷ്ണൻ കൃത്യമായത് പറയുന്നുണ്ട്. കളക്ടർ ഒന്നാം പ്രതിയാണെങ്കിൽ കളക്ടറെ നിയോഗിക്കുന്ന കളക്ടറുടെ പിന്നിൽ നിൽക്കുന്ന റവന്യൂ മന്ത്രിയെയും രാജനെയും ഒന്നാം പ്രതികൾ 1ഉം 2ഉം പ്രതികളാക്കണം പ്രതികൾ. അതായത് പൂരം കലക്കിയത് പൂരം അട്ടിമറിച്ചത് മന്ത്രി രാജനും VS സുനിൽകുമാർ ചേർന്നാണെന്നാണ് പറഞ്ഞത്. നാട്ടിലെ ആളുകൾക്കെല്ലാം കാര്യം മനസ്സിലാവുമല്ലോ. ഇതുവരെ ഇപ്പോൾ അഞ്ജുരാജ് തന്നെ ചോദിച്ച ചോദ്യത്തിൽ വളരെ വ്യക്തമാണ് എന്ന് വാർത്തകളിൽ കണ്ടല്ലോ. വാർത്തകളിൽ കണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു സ്ഥിതി? ഏതൊരു റിപ്പോർട്ട് വന്നതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ആ റിപ്പോർട്ടിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ അത് വായിച്ചിട്ട് ഞാൻ ബാക്കി അഭിപ്രായം പറയാം. നിങ്ങളിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി വാശിയിൽ പ്രതികരണം എടുക്കുന്ന റിപ്പോർട്ടുണ്ടല്ലോ, ആ കോപ്പി എന്താണ് ആരും ഇതുവരെ പ്രസിദ്ധീകരിച്ച് കാണാഞ്ഞത്? അങ്ങനെ ഒരു കോപ്പി പ്രസിദ്ധീകരിച്ച് കണ്ടതിനെക്കുറിച്ചല്ലേ, പ്രസിദ്ധീകരിച്ചാൽ അത് വായിച്ചതിനെക്കുറിച്ചല്ലേ എന്നോട് അഭിപ്രായം ചോദിക്കുക? അപ്പോഴല്ലേ ഞാനതിൻ്റെ അഭിപ്രായം പറയുക. ഞാനാണ് ഇതിൻ്റെ ഒന്നാം പ്രതി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ പ്രതികരിക്കാൻ എനിക്കിപ്പോൾ എന്തായാലും ഒഴിവില്ല. അങ്ങനെയുള്ള വാർത്തകളോട് പ്രതികരിക്കുന്ന ശീലം എനിക്കില്ല. ഞാൻ വിഷയങ്ങളോടും വാർത്തകളോടും പ്രതികരിക്കാറുണ്ട്, ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാറുണ്ട്. തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് നിങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുകളോട് പ്രതികരിച്ചിട്ടുണ്ട്, വളരെ കൃത്യതയോടുകൂടി കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇനി ആവശ്യമെങ്കിൽ ആ ഘട്ടങ്ങളിലെല്ലാം പ്രതികരിക്കും. പക്ഷേ അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കാൻ ആരെങ്കിലും ചൂണ്ടയിട്ടാൽ അതിൽ കൊത്തുന്ന ശീലം വ്യക്തിപരമായി എനിക്കില്ല, അതിൻ്റെ കാര്യവുമില്ല. കേരളത്തിൽ പൂരത്തെക്കുറിച്ച് ഇപ്പോൾ മാത്രമല്ല, നിങ്ങളെപ്പോഴൊക്കെയാണോ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് അപ്പോഴൊക്കെ ആരാണ് പുറത്തു വിട്ടത് എന്ന് പോലും കൃത്യമായി അറിയാത്ത, ഓർഡറില്ലാത്ത ഒരുപാട് വിഷയങ്ങളും അന്വേഷണങ്ങളും ഇങ്ങനെ തൊടുത്തു വിടാറുണ്ട്. അതിനൊന്നും ഇപ്പോൾ അഭിപ്രായം പറയാനുള്ള, അതിനൊന്നും അഭിപ്രായം കളഞ്ഞും അതിൻ്റെ പിന്നാലെ പോയി നേരം കളയാനുള്ള ഒഴിവ് ഇപ്പോൾ തൽക്കാലം ഇല്ല. ഇപ്പോൾ വികസനോത്സവത്തിലാണ് ഒല്ലൂർ, കേരളവും ആഞ്ഞു നടക്കുകയാണ്, പാഞ്ഞു നടക്കുകയാണ്. അവിടെയൊന്നും നിങ്ങളെ കാണാറില്ല, അതിൻ്റെ കാര്യവും ഉണ്ടാകില്ല. കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്ന വികസനപരമായിട്ടുള്ള പ്രക്രിയയുടെ ഗുണഫലം മഴ പോലെ ജനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നേരമാണിത്. ഞങ്ങൾ ആ വികസന പ്രവർത്തനത്തിൻ്റെ പിന്നാലെ അതിവേഗം ജനങ്ങൾക്ക് കൂടുതൽ നന്മയും നേട്ടവും കിട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് ഓർഡറില്ലാത്ത, എവിടെ നിന്ന് പുറപ്പെട്ടു എന്നറിയാത്ത ഒരു റിപ്പോർട്ടിനെ കുറിച്ചും അതിനെ തുടർന്ന് നടന്ന അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചും ഒരഭിപ്രായം പറയേണ്ട കാര്യം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. BJP നേതാവ് പറഞ്ഞ നമുക്ക് മാറ്റി നിർത്താം. ഇവിടുത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ഇന്നലെ സ്വാഭാവികമായിട്ട് മുൻ കളക്ടർ പ്രതിയാണ്. രണ്ടാമത്തെ തിരുവമ്പാടി ദേവസ്വത്തിൽ ചില കക്ഷികൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിനോട് ഞാൻ ജയ്സാദാണ് പറഞ്ഞത്. എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുക. എൻ്റെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ട നേരത്തെ ഞാൻ കൃത്യമായി പറയും. അത് പറയുന്ന ശീലം എനിക്കുണ്ട്. അത് ആരുടെ മുമ്പിലും നിർഭയമായി പറയും. അത് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ എടുത്താൽ മനസ്സിലാകും. മന്ത്രി നിർഭയമായി ആ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞതായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും, ഈ പറഞ്ഞ എല്ലാവരും, നിങ്ങൾ അഭിപ്രായമെടുത്തവരും ഇല്ലാത്തവരുമായ എല്ലാവരും കമ്മീഷനുകൾക്ക് മുമ്പാകെ പറഞ്ഞ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കേൾക്കാം. അതിലൊക്കെ അവർ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ കമ്മീഷൻ പരിശോധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയെടുത്തോ. ആ പറഞ്ഞതിനൊക്കെ ബന്ധപ്പെട്ടവർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തോ. ഞാൻ എന്തായാലും അപ്പം പ്രതികരിച്ചിട്ട് ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ആ അഭിപ്രായം പറയുന്നില്ല. അല്ല, അഞ്ജുവിൻ്റെ അഭിപ്രായമോ അഞ്ജു ഉദ്ദേശിക്കുന്ന ആരുടെയെങ്കിലും അഭിപ്രായമോ എൻ്റെ നാവിൽ നിന്ന് തന്നെ പറയണം എന്ന് വെച്ചാൽ ഈ എഴുത്താണി വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രതീക്ഷിക്കേണ്ട. ഈ എഴുത്താണി കൊണ്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയേണ്ടടുത്ത് വളരെ കർശനമായി എത്ര ഉന്നതമായിട്ടുള്ള ഉദ്യോഗസ്ഥനെക്കുറിച്ചും എത്ര വലിയ രാഷ്ട്രീയ പ്രവർത്തകനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. പക്ഷെ ഇല്ലാത്തൊരു ചുമരിൽ ഞാൻ ചിത്രം എഴുതില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പൂരം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ പകല്, ഇതിപ്പോൾ പകലാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു മറുപടിയാണത്. പൂരമായാലും ഉത്സവമായാലും അനാവശ്യമായ വിവാദങ്ങളിലേക്കും വാർത്തകൾക്ക് വേണ്ടിയും ഒന്നിനെയും വളച്ചൊടിക്കരുത്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താനുള്ള റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിനെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം പറയാം. അല്ല, വന്നു എന്ന് നിങ്ങൾ പറയുന്നു, ഞാനല്ലല്ലോ പറഞ്ഞത്. റിപ്പോർട്ട് വന്നുവെന്നും അങ്ങനെ കേൾക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞവർ നിങ്ങളാണ്. വന്നിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് കൊണ്ടുവരട്ടെ, അപ്പാകാം. എൻ്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ട് വന്നിട്ടില്ല. ഞാനൊരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ആളാണ്, കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. എൻ്റെ മുമ്പിലേക്കോ കേരളത്തിൻ്റെ ക്യാബിനറ്റിൻ്റെ മുമ്പിലേക്കോ
ഇപ്പോൾ ആ റിപ്പോർട്ട് വന്നിട്ടില്ല. സർക്കാരിൻ്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൻ്റെ മുമ്പിലേക്കും ബന്ധപ്പെട്ട മന്ത്രിമാരുടെ മുമ്പിലേക്കും അത് വരുന്ന സമയത്ത് ഏറ്റവും കൃത്യമായ പ്രതികരണം ആ കാര്യത്തെക്കുറിച്ച് നടത്തും. വരുന്നതിന് മുമ്പും ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുകൾക്ക് മുമ്പായി ആ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ പൂരത്തിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ ഊറ്റിയെടുത്തത് ആരാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. നമ്മൾ ഈ പൂരപ്പറമ്പിൽ മുണ്ടും വളച്ചു കൂത്തിയിട്ട് കൊല്ലം എത്രയായി നടന്നു തുടങ്ങിയിട്ട് ഇതിൻ്റെ ഗുണഫലങ്ങൾ ആരാണ് എടുത്തതെന്നും വെള്ളത്തിൽ കലക്കി മീൻ പിടിക്കാൻ ശ്രമിച്ചത് ആരാണെന്നും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. പിന്നെയും 2 കൊല്ലത്തിന് ശേഷം അനാവശ്യമായി ഇല്ലാത്തൊരു റിപ്പോർട്ടിനെ കുറിച്ച് നടത്തുന്ന ചർച്ചകൾ, എവിടെയാണ് ഈ റിപ്പോർട്ട് വന്നത്? ആരാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്? ഒരു പാർട്ടി ലോക്കൽ സമ്മേളനം നടന്നാൽ പോലും ചോർന്ന റിപ്പോർട്ടിൻ്റെ കോപ്പി നിങ്ങൾ TV-യുടെ എല്ലാ സ്ഥാനത്തിലും കാണിക്കല്ലോ. രാവിലെ 7 മണി മുതൽ 12 മണി വരെ CPM ലോക്കൽ സമ്മേളനത്തിൻ്റെ റിപ്പോർട്ട്, CPI ലോക്കൽ സമ്മേളനത്തിൻ്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൻ്റെ കോപ്പിയൊന്നും അടിവരയിട്ടും മഞ്ഞ മാർക്ക് ചെയ്തും ചുവപ്പ് മാർക്ക് ചെയ്തും ഇതുവരെ കാണിച്ചില്ല. അതൊക്കെ കാണിച്ചു തുടങ്ങട്ടെ. അപ്പോൾ